എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ട്രിപ്പിന് ശേഷം എല്ലാവരും ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. താൻ ഡ്രങ്ക് ആയിരുന്ന സമയത്ത് തന്റെ സീക്രട്ട് റിവീൽ ചെയ്യുന്ന കാര്യം യാവുനാണെങ്കിൽ ഓർമ്മ പോലും ഇല്ല. ബാക്കി 3 കൊളീഗ്സും അവളെ ഒരുപാട് സംശയത്തോടെ സ്റ്റെയർ ചെയ്യുന്നു. യാവുന് കാര്യം മനസ്സിലാകുന്നുമില്ല. കാരണം മറ്റു 3 പേരെ സംബന്ധിച്ച് ഇപ്പോൾ യാവു അവരുടെ വെറുമൊരു കൊളീഗ് മാത്രമല്ല, അവരുടെ ബോസിന്റെ ഗേൾഫ്രണ്ടാണ്, ബോസ് ലേഡിയാണ്. യാവുനെ സൈഡിലേക്ക് കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കിപ്പോൾ അറിയാം, നിന്റെ സീക്രട്ട് ഞങ്ങൾക്കറിയാമെന്ന് അവർ പറയുന്നുണ്ട്. ഇവിടെ ബാവു ആകട്ടെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് പറയുന്നു. നിനക്ക് മുന്നേ 13 അസിസ്റ്റൻസ് ബോസിന് വന്നിട്ടുണ്ട്. ആ 13 ആളുകളെയും ബോസ് വഴി കാണിച്ചത് വെളിയിലേക്കാണ്. പക്ഷെ നീ ആകട്ടെ ഡയറക്ട്ലി ബോസിന്റെ ഹൃദയത്തിലാണ് സ്ഥാനം പിടിച്ചതെന്ന് അവൻ പറയുന്നു. ഇതെല്ലാം പിറകിൽ നിന്ന് ക്യുവാന് കേൾക്കുന്നുണ്ട്. നിന്റെ ഈ ഗോസിപ്സ് കാരണം വെളിയിലേക്കുള്ള വഴി ഞാൻ നിന്നെ കാണിക്കേണ്ടി വരുമെന്ന് ക്യുവാൻ ബാറുനോട് ചോദിക്കുന്നു. ക്യുവാൻ യാവുനോട് ഇന്ന് നൈറ്റ് ഞാൻ ബിസിയാണ്, എനിക്ക് എൻ്റെ ഡാഡിനെ കാണാൻ വേണ്ടി പോകണം, അതുകൊണ്ട് നിന്നെ മീറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നു. ഇവിടെ ക്യുവാൻ യാവുന്റെയും അവളുടെ ഫ്രണ്ട്സിനെയും കൂടി ലഞ്ച് കഴിക്കുന്നു. കാരണം അവളുടെ സീക്രട്ട് ഇപ്പോൾ ഈ കൊളീഗ്സിന് അറിയാം. പക്ഷേ തങ്ങളുടെ ബോസിന്റെ കൂടെ നിന്ന് ഫുഡ് കഴിക്കുന്നത് അത്ര ഈസി ടാസ്ക് അല്ല. അവർക്ക് 3 പേർക്കും ഓക്വേർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ യൂഫിയും ടാങ്ങും അവരുടെ റിലേഷനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നു. അപ്പോൾ ക്യുവാൻ, എനിക്ക് നേരത്തെ അറിയാം, നിങ്ങൾ എന്താ വിചാരിച്ച് എൻ്റെ കണ്ണുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നോ? അന്ന് എലിവേറ്ററിൽ വെച്ച് നിങ്ങളെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ടാങ്ങിന്റെ ഹാൻഡ് ബാഗ് യൂഫിയുടെ കയ്യിലായിരുന്നു. അന്നത്തെ നിങ്ങളുടെ ആക്ടിങ് കൊണ്ടൊന്നും എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല. സോ നിങ്ങളുടെ റിലേഷനെ കുറിച്ച് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് അവൻ പറയുന്നു. എന്നിട്ട് ബാവറിനോട്, നീ ഒരുപാട് ഇന്നസെന്റ് ആണ്, ഒരു ലോയർ ഇത്രയും ഇന്നസെന്റ് ആകാൻ പാടില്ല, നിന്റെ കണ്ണും ചെവിയെല്ലാം നീ ഷാർപ്പായിട്ട് യൂസ് ചെയ്യണമെന്ന് അവൻ പറയുന്നു. ഇവിടെ ബാവു ആകട്ടെ ഷോക്കിലായിരുന്നു. തൻ്റെ 3 ഫ്രണ്ട്സും ഇപ്പോൾ റിലേഷനിലാണ്. തനിക്കാകട്ടെ ഇതിനെക്കുറിച്ച് ഒരു ക്ലൂ പോലും ഇല്ലായിരുന്നു. നെക്സ്റ്റ് സീനിൽ യാവുനെ അവളുടെ ഡാഡി വിളിക്കുന്നു. ഞാൻ ഇന്ന് എൻ്റെ കുട്ടിക്കാലത്തെ ഒരു ഫ്രണ്ടിനെ കണ്ടു, എൻ്റെ സ്കൂൾ ഫെല്ലോ. ഞങ്ങൾ സ്കൂളിൽ ഒരുപാട് ആർഗ്യൂ ചെയ്യായിരുന്നു. ഞങ്ങൾ ഡിന്നറിന് മീറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവൻ്റെ മകനെ കൂട്ടിയാണ് വരുന്നത്. എനിക്ക് അവൻ്റെ മുന്നിൽ ആളാകണം. എൻ്റെ മകൾ എന്തുമാത്രം കേപ്പബിൾ ആണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. എൻ്റെ 2 പെൺമക്കളും ലോയേഴ്സ് ആണെന്ന് എനിക്ക് കാണിക്കണം. അതുകൊണ്ട് നീ വരുമ്പോൾ ഹൈ ഹീൽസ് ധരിക്കണം, കാരണം അവൻ്റെ മകൻ ഒരുപാട് ടോളാണ്. എന്നിട്ട് നിന്റെ കയ്യിലുള്ള ഏറ്റവും എക്സ്പെൻസീവായ ഡ്രസ്സ് നീ ഇട്ടുകൊണ്ട് വരണം. നമ്മൾ ഒരു കാരണവശാലും അവരെക്കാളും ചെറുതാകാൻ പാടില്ല. എല്ലാ കാര്യത്തിലും നമ്മൾ ഏറ്റവും മുന്നിലായിരിക്കണം. എനിക്ക് ഇന്നവനെ തോൽപ്പിക്കണം എന്ന് ഡാഡ് പറയുന്നു. നെക്സ്റ്റ് സീനിൽ യാവു ആ റെസ്റ്റോറൻറ്റിലേക്ക് വരുമ്പോൾ അവിടെ തന്നെയാണ് ക്യുവാന് വന്നിരിക്കുന്നത്. അവളുടെ ഈ രൂപം കണ്ട്, നീ എന്താ ഈ രൂപത്തിൽ നിന്ന് അവൻ ചോദിക്കുന്നു. എനിക്കറിയില്ല, ഡാഡാണ് പറഞ്ഞത് ഇങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് വരാനായിട്ട്. ഈ ഡ്രസ്സ് ഞാൻ ചെൻസിയുടെ കയ്യിൽ നിന്ന് ബോറോ ചെയ്തതാണെന്നും അവൾ പറയുന്നു. അവർ 2 പേരും അവരവരുടെ ഫാദേഴ്സിനെ കാണാൻ വേണ്ടി നടക്കുന്നു. പക്ഷെ അവർ വന്ന് നോക്കുമ്പോൾ അവർക്ക് 2 പേർക്കും കിട്ടിയത് സെയിം റൂം നമ്പറാണ്. റൂമിൻ്റെ അകത്തുനിന്ന് ആരൊക്കെയോ ആർഗ്യൂ ചെയ്യുന്ന സൗണ്ടും കേൾക്കാം. 2 പേരും റൂമിൻ്റെ അകത്തേക്ക് വരുന്നു. റൂമിനകത്ത് 2 പേരുടെ ഫാമിലീസ് ഉണ്ടായിരുന്നു. 2 ഫാമിലിക്കും നേരത്തെ അറിയാം. യാവുന്റെ ഫാദറിന്റെ ആ ഹൈസ്കൂൾ ഫെല്ലോ എന്ന് പറയുന്നത് ക്യുവാന്റെ ഫാദറാണ്. ക്യുവാനെ യാവുന്റെ കൂടെ കണ്ട് യാവുന്റെ ഫാദർ അവളെ വഴക്ക് പറയുന്നുണ്ട്. നീ എന്തിനാ നിന്റെ ഈ പുവർ ബോയ് ഫ്രണ്ടിനെ നിന്റെ കൂടെ കൊണ്ടുവന്നത്? നിങ്ങൾ ഇതൊരു ബ്രേക്കപ്പ് ആയില്ലേന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ക്യുവാന്റെ ഫാദർ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എൻ്റെ മകൻ വളരെ റിച്ചാണ്, അതും ഒരു ലോയർ. അവനെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ച് 2 പേരും വീണ്ടും ഫൈറ്റ് ചെയ്യുന്നു. ക്യുവാൻ ഒരു വിധത്തിൽ അവർ 2 പേരെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം 2 മദേഴ്സും ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഓവർ ആക്ടിങ് ചെയ്യുന്ന ക്യുവാന്റെ മദർ എണീറ്റ് യാവുന്റെ അടുത്ത് വരുന്നു. നീ എൻ്റെ മകന്റെ ഒഫീഷ്യൽ ഗേൾഫ്രണ്ട് ആണെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിൽ തലമുറയെ കൈമാറി വരുന്ന ഈ വള നിനക്ക് അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞ് യാവുന്റെ കയ്യില് ആ ഗ്രീൻ വള വീണ്ടും ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് യാവുന്റെ മദർ എങ്ങനെ പുറകോട്ട് നിൽക്കാനാണ്? യാവുന്റെ മദറിന്റെ കയ്യില് ഒരു ലേഡീസ് ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ഫാമിലി ബ്രേസ്ലെറ്റ് ആണെന്ന് പറഞ്ഞ് മദർ ക്യുവാന്റെ കയ്യില് ഇട്ടുകൊടുക്കുന്നുണ്ട്. പാവം ക്യുവാൻ എന്തായാലും 2 മദേഴ്സും കൂടി ഫാദേഴ്സിനെ ശാന്തമാക്കുന്നു. എല്ലാവരും ശാന്തമായി ഇരിക്കുന്നുണ്ട്. എൻ്റെ മകളുടെ പിറകെ നടന്ന് അവളെ പ്രപ്പോസ് ചെയ്ത് നിന്റെ മകനാണെന്ന് യാവുന്റെ ഫാദർ പറയുന്നുണ്ട്.
ഇത് കേട്ട് ക്യുവാന്റെ ഫാദർ അങ്ങനെയല്ല, എൻ്റെ മകളാണ് എൻ്റെ മകന്റെ പിറകെ നടന്ന് അവനെ പ്രപ്പോസ് ചെയ്തെന്ന് പറയുന്നു. ഇവർ രണ്ടുപേരും വീണ്ടും ആർഗ്യൂ ചെയ്തതിന് മുന്നേ ക്യുവാൻ അവരോടായി യാവുവിന്റെ പിറകെ നടന്ന് അവളെ പ്രപ്പോസ് ചെയ്ത് ഞാനാണെന്ന് പറയുന്നു. ലാസ്റ്റ് എന്തായാലും യാവുവിന്റെ പേരൻസുമായി ക്യുവാന്റെ ഒഫീഷ്യൽ മീറ്റിംഗ് നടക്കുന്നു. യാവുന് ക്യുവാന്റെ പേരൻസുമായി അങ്ങനെ ഇൻലോസുമായുള്ള സക്സസ്ഫുൾ മീറ്റിംഗിന് ശേഷം രണ്ടുപേരും ഒരുപാട് ഹാപ്പി ആയിരുന്നു. ക്യുവാൻ യാവുവിനോട് നിന്നെ കൂട്ടി ഞാൻ ഒരു പ്ലേസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ സീക്രട്ട് ചേംബർ. നീ അല്ലാതെ മറ്റാരും അവിടേക്ക് വന്നിട്ടില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അവൻ അവളെയും കൂട്ടി വരുന്നത് ഒരു ലൈബ്രറി പ്ലസ് ബുക്ക് ഷോപ്പിലേക്കാണ്. അവിടുത്തെ ഓണർ ക്യുവാന്റെ കൂടെ യാവുനെ കാണുമ്പോൾ ഇത് മിക്കവാറും നിന്റെ ഗേൾഫ്രണ്ട് ആയിരിക്കും, കാരണം നിന്നെ ഇതുവരെ ഒരു ഗേളിനെയും കൂടെ കണ്ടിട്ടില്ല എന്ന് ആ ഓണർ പറയുന്നുണ്ട്. ക്യുവാൻ ഇൻസോമി ഉണ്ടായതുകൊണ്ട് അവന് രാത്രിയിൽ പ്രോപ്പറായി ഉറങ്ങാൻ പറ്റില്ല. സോ ആ ടൈമിൽ ഈ ബുക്ക് സ്റ്റോളിൽ വന്ന് അവൻ ബുക്സ് എല്ലാം വായിക്കുമായിരുന്നു. മാത്രവുമല്ല ഈ ഷോപ്പിൽ ഒരുപാട് റെയർ ആയിട്ടുള്ള മ്യൂസിക് കളക്ഷൻസും ഉണ്ട്. ഈ കളക്ഷൻസ് എല്ലാം യാവുന് ഇഷ്ടപ്പെട്ടായിരുന്നു. അവൾക്കും ഈ മ്യൂസിക്കെല്ലാം ഇഷ്ടമാണെന്ന് പണ്ട് പറഞ്ഞപ്പോൾ അവളെ കേൾപ്പിക്കാനായി ഒരു ദിവസം കൊണ്ടുവരാമെന്ന് ക്യുവാൻ യാവുനോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ രണ്ടുപേരും ഈ പ്ലേസിൽ വന്ന് മ്യൂസിക് എല്ലാം കേൾക്കുന്നു, നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഒരുപാട് നെർവസ് ആയിരിക്കുന്ന ലീജനാണ് കാണിക്കുന്നത്. അവൻ ക്യുവാനെ കോൾ ചെയ്യുന്നു. ജെൻസി എന്നോട് അവളുടെ പേരൻസിനെ മീറ്റ് ചെയ്യാൻ വരാൻ പറഞ്ഞു. ഞാൻ ഒരുപാട് നെർവസ് ആണ്. ഇത്ര പെട്ടെന്ന് ഇതൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ അവരെ കണ്ട് എന്തു പറയും എന്നൊക്കെ അവൻ ചോദിക്കുന്നു. എന്നിട്ട് ലീജുൻ ക്യുവാനെ ടോൺ ചെയ്തുകൊണ്ട് ഞാൻ ഇതൊക്കെ ആരോടെ സംസാരിക്കുന്നത്, ലവിനെ കുറിച്ച് നിനക്ക് ഒരു വകയെ അറിയില്ല. ലവിൻ്റെയും റിലേഷൻ്റെയും കാര്യത്തിൽ ഞാൻ ആ സ്കൂളിലെ പ്രിൻസിപ്പൽ ആണെങ്കിൽ നീ ആ സ്കൂളിലെ വെറും ഒരു KG സ്റ്റുഡൻറ്റ് മാത്രമാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ, എനിക്കാകെ ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിന്നോടല്ലാതെ ഞാൻ മറ്റാരോടാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതെന്ന് അവൻ പറയുന്നു. എന്നിട്ട് ക്യുവാനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നുണ്ട്. ക്യുവാൻ വിളിച്ചിട്ടാണ് ലീജുൻ ക്യുവാന്റെ ആ ഫ്ലാറ്റിലേക്ക് വരുന്നത്. നിന്റെ വലിയ വില്ല വിട്ടിട്ടാണോ നീ ഈ ചെറിയ ഫ്ലാറ്റിൽ വന്ന് താമസിക്കുന്നത്? മാത്രവുമല്ല നീ നോക്കൂ, ഇവിടെ എല്ലാം ഒരുപാട് ഗേളി കാര്യങ്ങളാണ് കിടക്കുന്നത്. നിന്റെ ടേസ്റ്റ് എല്ലാം എന്നു മുതല ഇത്രയും മാറിയത്? അവൻ അവിടെ ജെൻസിയുടെയും യാവുന്റെയും ഒരു ഫോട്ടോയും കാണുന്നു. എന്നെ ജലസാക്കാൻ വേണ്ടിയാണോ നീ ജെൻസിയുടെ ഫോട്ടോ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ക്യുവാൻ ആകട്ടെ പ്രോപ്പറായിട്ട് ഒരു മറുപടിയും പറയാതെ സ്മൈൽ ചെയ്യാണ്. അപ്പോഴേക്കും യാവ് റൂമിൽ നിന്ന് വെളിയിലേക്ക് വരുന്നു. ലീജുന്റെ എല്ലാ ക്വസ്റ്റ്യൻസിനും അവൻ ആൻസർ കിട്ടുന്നുണ്ട്. അവൻ നേരെ വരുന്നത് ജെൻസിയുടെ അടുത്തേക്കാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാൻ ക്യുവാനെ ലവിന്റെ കാര്യത്തിൽ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷെ അവൻ എന്നെ തോൽപ്പിച്ചു. പേരൻസിനെ പോലും എന്നെക്കാളും ഒരു ദിവസം മുന്നേ അവൻ കണ്ടു. എൻ്റെ ലൈഫിൽ ഇതിനേക്കാളും വലിയ തോൽവി എനിക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ല. എന്നിട്ട് ജെൻസിയോട് അവളുടെ പേരൻസിനെ എങ്ങനെ ഇംപ്രസ് ചെയ്യുന്നുള്ള ടിപ്സ് എല്ലാം ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ യാവ് ഓഫീസിലേക്ക് വരുമ്പോൾ എലിവേറ്ററിന്റെ ഫ്രണ്ടിൽ വെച്ച് ലോയൽ ലിയാങ്ങിനെ കാണുന്നു. അവളും അവളുടെ ഓഫീസിലേക്ക് വരികയായിരുന്നു. ഫസ്റ്റ് സൈറ്റിൽ തന്നെ ലോയൽ ലിയാങ്ങിന്റെ പേഴ്സണാലിറ്റിയിൽ യാവു ഒരുപാട് ഇംപ്രസ് ആകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ എല്ലാവരും മീറ്റിംഗ് റൂമിലിരിക്കുകയാണ്. അപ്പോൾ ക്യുവാന്റെ കൂടെ ലിയാങ് മീറ്റിംഗ് റൂമിലേക്ക് വരുന്നു. ക്യുവാൻ എല്ലാവരെയും ലിയാങ്ങിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് നമ്മുടെ ലോ ഫേമിലെ ഫസ്റ്റ് ഫീമെയിൽ പാർട്ട്ണർ ആണെന്ന് പറയുന്നു. ലിയാങ്ങിനെ എല്ലാവരും വെൽക്കം ചെയ്യുന്നുണ്ട്. എല്ലാ എംപ്ലോയീസും ലിയാങ്ങിന്റെ പേഴ്സണാലിറ്റിയിൽ ഒരുപാട് ഇംപ്രസ് ആയിരുന്നു. നെക്സ്റ്റ് സീനിൽ ജുൻഹൽ ലോ ഫേമിന്റെ വീക്ക്ലി ജേർണൽ ലിയാങ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ ജേർണലിന്റെ കവർ ഫോട്ടോ എന്ന് പറയുന്നത് ലിയാങ്ങിന്റെയും ക്യുവാന്റെയും ഫോട്ടോയാണ്. കവർ ഫോട്ടോയിൽ രണ്ടുപേരെയും ഒരുമിച്ച് കാണുമ്പോൾ എല്ലാ എംപ്ലോയീസും പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും പെർഫെക്റ്റ് മാച്ച് ആണെന്ന്. ഈ മാഗസിൻ നോക്കുമ്പോഴാണ് യാവുന് ഒരു കാര്യം മനസ്സിലാകുന്നത്. രണ്ടുപേരും സെയിം ലോ കോളേജിലാണ് പഠിച്ചതെന്നും സെയിം കരാട്ട ക്ലബിലാണ് ഉണ്ടായിരുന്നതെന്നും. ലിയാങ് വന്ന് എല്ലാവരോടും വളരെ നന്നായിട്ടാണ് സംസാരിക്കുന്നത്. യാവു ലിയാങ്ങിൽ ഒരുപാട് ഇംപ്രസ് ആയിരുന്നു. അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് 5-10 വർഷം കഴിയുമ്പോൾ ലിയാങ് എത്തിയ ഈ പൊസിഷനിൽ എനിക്കും എത്താൻ പറ്റിയിരുന്നുവെങ്കിലെന്ന്. അപ്പോഴേക്കും ക്യുവാൻ അവിടേക്ക് വന്ന് എല്ലാവരുടെയും കയ്യിൽ നിന്ന് ആ മാഗസിൻ വാങ്ങിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ഫോട്ടോ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ലോ ഫേമിൽ പോലും എൻ്റെ ഫോട്ടോ വെക്കാതിരിക്കുന്നത്.
സോ ഈ മാഗസിൻ്റെ കവർ ഫോട്ടോയിൽ ലിയാങ്ങിൻ്റെ മാത്രം ഫോട്ടോ ആയിരിക്കും ബെറ്റർ എന്നും അവൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ലിയാങ്ങിന് ബാഡ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അവളൊന്നും പറയുന്നില്ല. നെക്സ്റ്റ് സീനിൽ അവൾ ഗിഫ്റ്റുമായിട്ട് ക്യുവാൻ്റെ ഓഫീസിലേക്ക് വരുന്നു. എന്നിട്ട് അവന് ആ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കോളേജിൽ അവർ ഒരുമിച്ചുണ്ടായിരുന്ന കുറച്ച് മെമ്മറീസിൻ്റെ ബുക്സും അവന് കൊടുക്കുന്നുണ്ട്. പക്ഷെ ക്യുവാനാകട്ടെ കാര്യമായിട്ട് ഇതിൽ ഒരുപാട് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. നീ തന്ന ഈ ഗിഫ്റ്റിനും ഈ ബുക്സും മെമ്മറീസിനും എല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളുടെ ലോ ഫേമിൽ നീ ജോയിൻ ചെയ്തതിന് നിനക്ക് പ്രോപ്പറായിട്ട് ഒരു വെൽക്കം പാർട്ടി ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ടൈമില്ല, ഒരു മീറ്റിങ്ങിന് പോകണം, നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ക്യുവാൻ അവിടെ നിന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ലിയാങ് തൻ്റെ ഓഫീസിൽ വന്ന് ആ കാർ ഫോട്ടോ നോക്കിയിരിക്കുന്നുണ്ട്. തൻ്റെ കോളേജ് ഡേയ്സിനെ കുറിച്ച് അവൾ ഓർക്കുന്നു. അവൾക്ക് എന്നും ക്യുവാനിൽ ക്രഷ് ഉണ്ടായിരുന്നു. ക്യുവാനേക്കാളും അവൾ 1 വർഷം ജൂനിയർ ആയിരുന്നു. കരാട്ടെ ക്ലബിൽ ക്യുവാൻ ജോയിൻ ചെയ്തുകൊണ്ടാണ് പിറകെ ലിയാങ്ങും അവളെ ജോയിൻ ചെയ്ത്. ഒരു തവണ അവളുടെ പെർഫോമൻസ് കണ്ട് ക്യുവാൻ അവളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അവളുടെ മനസ്സിൽ പതിഞ്ഞ പോലെയാണ്. ഇവിടെ ക്യുവാൻ ആകട്ടെ യാവുനെ കുറിച്ച് ആലോചിച്ച് വറീഡായിരുന്നു. അവൻ അവളുടെ അടുത്ത് വന്ന് ഈ ഫോട്ടോയെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു, നീ അവളുടെ ഫോട്ടോയുടെ കൂടെ എൻ്റെ ഫോട്ടോ കണ്ട് വിഷമിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. പക്ഷേ ഇതുപോലുള്ള സില്ലി കാര്യങ്ങളിൽ യാവു ഒട്ടും വറീഡല്ലായിരുന്നു. ലോയർ ലിയാങ്ങിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, ഞാൻ ഒട്ടും ജലസില്ലെന്ന് അവൾ പറയുന്നുണ്ട്. അതേസമയം അവളുടെ മറ്റു 3 ഫ്രണ്ട്സിനും യാവുനെ കുറിച്ച് ആലോചിച്ച് വറീഡായിരുന്നു. കാരണം ക്യുവാനെ യാവുൻ്റെയും റിലേഷനെ കുറിച്ച് അറിയാത്ത ബാക്കി എംപ്ലോയീസ് എല്ലാം പറയുന്നത് ലിയാങ്ങും ക്യുവാനും പെർഫെക്റ്റ് മാച്ച് ആണെന്നാണ്. ഇതെല്ലാം കേട്ട് യാവു അപ്സെറ്റ് ആയിരിക്കുമെന്ന് വിചാരിച്ച് ബാവു അവളെ ചിയറപ്പ് ചെയ്യാൻ വരുന്നു. ശരി, ഇന്നത്തെ ഡിന്നർ ഞാൻ പേ ചെയ്യാം, നമ്മൾ 4 ഫ്രണ്ട്സും ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോവുകയാണെന്ന് അവൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഹോട്ട് പോട്ട് കഴിക്കുകയാണ്. എല്ലാവരും പരസ്പരം ഒരുപാട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ബാവു ആകട്ടെ പറയുന്ന മുഴുവൻ ലോയ് ലിയാങ്ങിനെ കുറിച്ചും, അതും അവരെ പുകഴ്ത്തിക്കൊണ്ട്. പക്ഷെ യാവു ഇന്ന് ഒരുപാട് സൈലന്റ് ആണെന്ന കാര്യം അവരെല്ലാവരും നോട്ട് ചെയ്യുന്നു. നോക്കൂ, ലോയ് ലിയാങ് ക്യുവാൻ്റെ ജസ്റ്റ് ഒരു പാർട്ട്ണർ മാത്രമാണ്. പാർട്ട്ണർ ആർക്ക് വേണമെങ്കിലും ആകാം, പക്ഷെ ഗേൾ ഫ്രണ്ട് അങ്ങനെ ആർക്കും ആകാൻ പറ്റില്ല. അവൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ എന്ന് അവർ പറയുന്നു. ഇവിടെ ടാങ് യാവു ക്യുവാനെ ഹഗ് ചെയ്ത് അന്ന് കിസ് ചെയ്യാൻ പറഞ്ഞ് ആ സെയിം ആക്ടിങ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ക്യുവാൻ അവിടേക്ക് വരുന്നു. ബോസിനെ കണ്ടതും അവർ 3 പേരും അവിടുന്ന് പോകുന്നുണ്ട്. അവൻ അവളുടെ അടുത്ത് വന്നിരുന്ന് ഇന്ന് ഫുൾ ഡേ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ തന്നെ നിന്റെ പൊരിയിച്ച് വേണം, അല്ലെങ്കിൽ എൻ്റെ സ്റ്റൊമക്ക് വീണ്ടും പെയിൻ ആകാൻ തുടങ്ങുമെന്ന് അവൻ പറയുന്നുണ്ട്. അവൻ അവളെയും കൂട്ടി അവിടുന്ന് പോകുന്നു. അവർ പോയ ശേഷം ബാക്കി 3 പേരും വീണ്ടും അവിടെ വന്നിരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ക്യുവാന് വേണ്ടി യാവു പൊരിച്ച് ഉണ്ടാക്കുകയാണ്. ഇത് പ്രിപ്പയർ ചെയ്ത ശേഷം എനിക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. ഇന്ന് ലോയ് ലിയാനെ കണ്ട ശേഷം എൻ്റെ ലൈഫിൽ പുതിയ ഒരുപാട് ഗോൾസ് സെറ്റായെന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ക്യുവാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. നീ ഒരിക്കലും ലിയാങ്ങിൽ ജലസാകേണ്ട ആവശ്യമില്ല. എൻ്റെ മനസ്സിൽ ആർക്കെങ്കിലും സ്ഥാനമുണ്ടെങ്കിൽ അത് നീ മാത്രമാണ്. ലിയാങ്ങിൻ്റെ കൂടെ എൻ്റെ ഫോട്ടോ ആ മാഗസിൻ കവറിൽ കണ്ടപ്പോൾ നിനക്ക് എങ്ങനെ ഫീലായി കാണുമെന്ന് ആലോചിച്ച് ഞാൻ ഒരുപാട് വറീഡായിരുന്നു എന്നും അവൻ പറയുന്നുണ്ട്. ക്യുവാന് വേണ്ടി ആ പൊറിജ് ഉണ്ടാക്കിയ ശേഷം യാവു സ്റ്റഡി ചെയ്യാൻ റൂമിലേക്ക് പോകുന്നു. ക്യുവാൻ ആകട്ടെ ഒറ്റയ്ക്കിരുന്ന് ആ പൊറിജ് കഴിക്കുന്നുണ്ട്. പക്ഷേ അതൊരുപാട് ഹോട്ടായിരുന്നു. കഴിക്കുമ്പോൾ അവൻ്റെ വാ പൊള്ളുന്നുണ്ട്.